നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തേർഡ് സെമസ്റ്റർ ബികോമിലെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലെ 3 വീഡിയോ നമ്മൾ ഓൾറെഡി റെക്കോർഡ് ചെയ്തതാണ്. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റുകളാണ്. അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു ഷെയർ ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുക എന്നുള്ളത്. അതിനു മുൻപായിട്ട് നമുക്ക് 1-2 തിയറി കാര്യങ്ങൾ പറയണോ, ഒന്നുമില്ല, പ്രോബ്ലം ചെയ്യാനുള്ള കാര്യങ്ങൾ. അതായത് ഷെയർ ഇഷ്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ കമ്പനി ഫണ്ട് റേസ് ചെയ്യാണ്, ഷെയർ ക്യാപിറ്റൽ എന്ത് ചെയ്യാണ്, റേസ് ചെയ്യാണ്. ഷെയർ ക്യാപിറ്റൽ കമ്പനിക്ക് വേണം എന്നുണ്ടെങ്കിൽ കമ്പനി ഒന്നെങ്കിൽ ഒറ്റ ഇൻസ്റ്റാൾമെന്റിലൂടെ ആ എമൗണ്ട് എന്ത് ചെയ്യാൻ പറ്റും, വാങ്ങാൻ പറ്റും. അതായത് ലംസം ആയിട്ട് വാങ്ങാൻ പറ്റും. അതേപോലെ തന്നെ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പനിക്ക് ഇൻസ്റ്റാൾമെന്റ് ആയിട്ടും വാങ്ങാൻ പറ്റും. ലംസമായിട്ട് ഒരൊറ്റ എമൗണ്ട് വാങ്ങുകയാണെങ്കിൽ അതിന്റെ ജേണൽ എൻട്രി വളരെ സിമ്പിൾ ആണ്. എന്താണ്? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ എന്നാണ്. ടു ഷെയർ ക്യാപിറ്റൽ. ഓക്കെ, ഇവിടെയാണ് കുറച്ചധികം അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഉള്ളത്. അപ്പൊ ഇതാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. അതെന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ അതിന് ഏതൊക്കെയാണ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് വാങ്ങുന്ന എമൗണ്ട് എന്ന് നമ്മൾ അറിയണം. ഇൻസ്റ്റാൾമെന്റ് എങ്ങനെയാണ് വരുന്നത്? ഓരോ ഇൻസ്റ്റാൾമെന്റിനും പ്രത്യേകം പേരുകളുണ്ട്. ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റിന്റെ പേര് അപ്ലിക്കേഷൻ എന്നാണ്. അപ്ലിക്കേഷൻ മണി. എന്താ പേര്? അപ്ലിക്കേഷൻ മണി. ഓക്കെ അല്ലേ? രണ്ടാമത്തെ എമൗണ്ട് എന്താടാ? രണ്ടാമത്തത് അലോട്ട്മെന്റ് മണി. അലോട്ട്മെന്റ് മണി. ഓക്കെ. അടുത്ത ഇൻസ്റ്റാൾമെന്റിന്റെ പേരെന്താണ്? ഫസ്റ്റ് കോൾ മണി. അടുത്തതോ? സെക്കൻഡ് കോൾ മണി. ഇനിയോ അതങ്ങനെ ഇത് പോവും. ലാസ്റ്റത്തെ കോളിന് നമ്മൾ എന്ത് വിളിക്കും? ഫൈനൽ കോൾ മണി എന്ന് വിളിക്കും. ഫൈനൽ കോൾ മണി. അതായത് നമ്മളിപ്പം തേർഡ് ആൻഡ് ഫൈനൽ കോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. അപ്പോ ഇതിന്റെ ജേണൽ എൻട്രി എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഓരോന്നിനും 2 വീതം ജേണൽ എൻട്രീസ് ഉണ്ട്. ഓരോന്നിനും 2 വീതം ജേണൽ എൻട്രീസ് ഉണ്ട്. പെട്ടെന്ന് മനസ്സിലാക്കാൻ ഇതാണ് സിമ്പിൾ. ഫസ്റ്റ് നമുക്ക് ആളാരാന്നറിയോ, വ്യക്തി ആരാന്നറിയോ, ഒന്നുമില്ല. കമ്പനി എന്ത് ചെയ്യാണ്? ഷെയർ ഇഷ്യൂ ചെയ്യാണ്. അപ്പൊ നാട്ടുകാർ അപ്ലിക്കേഷൻ എടുക്കും. അപ്ലിക്കേഷന്റെ കൂടെ പേഴ്സ് അയക്കും. അപ്പൊ ആദ്യം തന്നെ പേഴ്സാണ് വരിക. ഫസ്റ്റ് കേസിൽ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ. ഓക്കെ, ഈ പൈസ വന്നാല്, സോറി, ഷെയർ ക്യാപിറ്റൽ അല്ലേ, ശ്രദ്ധിച്ചില്ല. അതായത് ഷെയർ അപ്ലിക്കേഷൻ, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അപ്ലിക്കേഷൻ. ഷെയർ ക്യാപിറ്റൽ ആണ് ശരിക്ക് വരേണ്ടത്. പക്ഷെ ഇവിടെ നമുക്ക് അപ്ലിക്കേഷനിൽ എത്ര പൈസ വന്നു, അലോട്ട്മെന്റിൽ എത്ര പൈസ വന്നു എന്നൊക്കെ വ്യക്തമായി അറിയണം എന്നുള്ളതുകൊണ്ട് തന്നെ ഫസ്റ്റ് അപ്ലിക്കേഷനിലെ പൈസ വരും. അതിനുശേഷം നമ്മൾ ഷെയർ ക്യാപിറ്റലിലേക്ക് ആ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ രണ്ടാമത്തെ എൻട്രി എന്താ? ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയാണ്. ഇപ്പൊ നമ്മൾ ക്രെഡിറ്റ് ചെയ്ത ഷെയർ അപ്ലിക്കേഷനെ നമ്മൾ ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റാണ്. ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ. ഒന്നാമത്തെ എൻട്രി കഴിഞ്ഞു. അതായത് ഒന്നാമത്തെ ഭാഗത്തുള്ള 2 എൻട്രീസ് കഴിഞ്ഞു. ഓക്കെ, ഇനി അലോട്ട്മെന്റിന്റെ എൻട്രി. അലോട്ട്മെന്റിന്റെ എൻട്രി നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ആദ്യം പൈസ വന്നതിന് ശേഷം അത് ട്രാൻസ്ഫർ ചെയ്തെങ്കിൽ, പൈസ വന്നതിന് ശേഷമാണ് ട്രാൻസ്ഫർ ചെയ്തെങ്കിൽ അടുത്ത ഘട്ടത്തിൽ നമ്മൾ പൈസ വന്നതിന് ശേഷം ട്രാൻസ്ഫർ ചെയ്യുന്നതിന് പകരം പൈസ തരാനുണ്ട് എന്ന് അവരറിയിക്കും. കാരണം ഇപ്പൊ ആളുകളെ നമുക്ക് വ്യക്തമായി അറിഞ്ഞല്ലോ. ഇനി നമുക്ക് അങ്ങനെ ചെയ്താൽ മതി. അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ രണ്ടാമത്തെ എൻട്രി ഇടും, പിന്നെ ഒന്നാമത്തെ എൻട്രി ഇടും. അതായത് ഈ എൻട്രി ഇങ്ങോട്ട് വരും. എന്താ എൻട്രി? ഷെയർ അലോട്ട്മെന്റ് അല്ലേ, അപ്പൊ അലോട്ട്മെന്റ്. ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ. ഓക്കെ, രണ്ടാമത്തെ എൻട്രി എന്താവും? അപ്പം ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അലോട്ട്മെന്റ്. കഴിഞ്ഞു. സിമ്പിൾ അല്ലേ? അപ്പൊ അടുത്ത എൻട്രി എന്താ? ഫസ്റ്റ് കോൾഡ്. ഇതാണ് ഇതിന്റെ എൻട്രി. ഇതേപോലെ തന്നെ ഷെയർ
ഫസ്റ്റ് കോൾ ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ഓക്കെ, ഇനി പൈസ വരുമ്പോൾ എൻട്രി എന്താ? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ഫസ്റ്റ് കോൾ. ഇത് സെക്കൻഡ് കോള്, ഫൈനൽ കോൾ, അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകാൻ പറ്റും. അപ്പൊ എല്ലാത്തിനും നമുക്ക് എത്ര എൻട്രി ഉണ്ട്? 2 എൻട്രി ഉണ്ട്. ഇതാണ്. ഇനി നമുക്കൊരു സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിളും കൂടെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഭാഗം അവസാനിപ്പിക്കാം. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. എക്സാമ്പിൾ എന്താണ്? ഒരു കമ്പനി 10,000 ഷെയർ ഇഷ്യൂ ചെയ്തു. എത്ര ഷെയർ ഇഷ്യൂ ചെയ്തത്? 10,000 ഷെയർസ് ഇഷ്യൂ ചെയ്തു. ഓക്കെ, ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് ആളുകൾ 10,000 ഷെയറും സബ്സ്ക്രൈബ് ചെയ്തു. അപ്ലിക്കേഷന്റെ കൂടെ 3 രൂപ, അലോട്ട്മെന്റിന്റെ കൂടെ 3 രൂപ, ഫസ്റ്റ് കോളിന്റെ കൂടെ 3 രൂപ, ഫൈനൽ കോളിന്റെ കൂടെ 1 രൂപ. ഇങ്ങനെയാണ് ഇഷ്യൂ പ്രൈസ്. ഫേസ് വാല്യൂ, ഷെയറിന്റെ ഫേസ് വാല്യൂ എത്ര? അതായത് ഷെയർ സർട്ടിഫിക്കറ്റിന്റെ ഉള്ള വാല്യൂ എത്ര? 10 രൂപയാണ്. ആ 10 രൂപ ഈ രീതിയിലാണ് കളക്ട് ചെയ്യുന്നത്. ജേണൽ എൻട്രി ചെയ്താലോ? ഫസ്റ്റ് ജേണൽ എൻട്രി ചെയ്ത് കണ്ടിട്ട് ഞാൻ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അപ്ലിക്കേഷൻ. നരേഷനൊക്കെ കൊടുക്കണം കേട്ടോ. എന്താ? അപ്ലിക്കേഷൻ മണി റിസീവ്ഡ് എന്നാണ് നരേഷൻ. അത്രേ ഉണ്ടാവുള്ളൂ. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അപ്ലിക്കേഷൻ എത്ര എമൗണ്ട് വരിക? 30,000 വരും. 10,000 ഷെയറിന് 3 രൂപ വെച്ചിട്ടല്ലേ വരുന്നത്. വേണമെങ്കിൽ എക്സാമിന് ഇത് എഴുതരുത്, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് എഴുതി വെക്കുക. 10,000 ഇൻറ്റു 3. ഇവിടെ എങ്ങനെ കിട്ടിയത്? 10,000 ഇൻറ്റു 10,000 ഷെയറുകൾ, ഒരു ഷെയറിന് 3 രൂപ വെച്ചിട്ട്. അപ്പൊ ഒന്നാമത്തെ എൻട്രി കഴിഞ്ഞില്ലേ? രണ്ടാമത്തെ എൻട്രി എന്താണ്? ഷെയർ അപ്ലിക്കേഷൻ. ഇതെന്താണ്? അപ്ലിക്കേഷൻ മണി ട്രാൻസ്ഫർ ചെയ്യാണ് ടു ക്യാപിറ്റൽ. ഓക്കെ, ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. എത്ര? ഇതേ 3,000 തന്നെ, അല്ല 30,000 തന്നെ. ഓക്കെ, നരേഷൻ എന്ത് കൊടുക്കും നിങ്ങള്? അപ്ലിക്കേഷൻ മണി ട്രാൻസ്ഫേർഡ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, അടുത്തത് വീണ്ടും എന്താണ്? അലോട്ട്മെന്റ് ആണ്. അലോട്ട്മെന്റിൽ 3 രൂപ വരുന്നത്. അപ്പൊ ജനറൽ എൻട്രി എന്താ? ഷെയർ ഇവിടെ നിന്ന് അങ്ങോട്ട് മാറും. ഇവിടെ നിന്ന് അങ്ങോട്ട് രണ്ടാമത്തെ എൻട്രി ഇനി ഫസ്റ്റ് എൻട്രി ആയി മാറും. അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. എത്ര? 30,000. 30,000 കൂടെ എഴുതി പോന്നോളിടാ. എന്നാ പിന്നെ കഴിഞ്ഞില്ലേ പണി. ഓക്കെ, അടുത്ത ഞങ്ങൾ എന്താ? ഈ പൈസ വരണ്ടേ? അപ്പൊ പൈസ വരട്ടെ. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അലോട്ട്മെന്റ്. അലോട്ട്മെന്റ് മണി റിസീവ്ഡ്. ഇത് അലോട്ട്മെന്റ് മണി ഡ്യൂ ആണ് കേട്ടോ. ഇത് ഡ്യൂ ആണ്. ഇങ്ങോട്ട് വരുമ്പോൾ അത് റിസീവ് ആയി. 30,000. ഇനി എന്താ? ഇനി ഫസ്റ്റ് കോള് വരണ്ടേ? ഫസ്റ്റ് കോളിന് എന്താ ജനറൽ എൻട്രി? ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. എത്ര? 10,000 ഇൻറ്റു 3 തന്നെ. ഇപ്പൊ 30,000. ഇനി പൈസ വരട്ടെ. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ഫസ്റ്റ് കോൾ. എത്ര? 30,000. എന്താടാ ഡൗട്ട് അടിച്ച് കഥവേ ഇത്? 30,000. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി ഫൈനൽ കോൾ. അപ്പൊ ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. എത്ര? 10,000 വരുള്ളൂ. കാരണം എന്താ? 10,000 ഷെയറിന് ഇതുവരെ 3 രൂപ കിട്ടിയെങ്കിൽ ലാസ്റ്റ് 1 രൂപ. അപ്പൊ 10,000. ഓക്കെ, ലാസ്റ്റ് എൻട്രി എന്താ? ലാസ്റ്റ് എൻട്രി ഈ പൈസ വരണ്ടേ? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ഫൈനൽ കോൾ. എത്ര? 10,000. എത്ര? 10,000. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇത്ര ഉള്ള കാര്യം. സിമ്പിൾ ആണ്, പവർഫുൾ ആണ്.
അപ്പൊ നമ്മൾ ഈ വീഡിയോ എന്ത് ചെയ്യാണ്, അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. പുതിയ ക്ലാസ് വേണം മറ്റതൊക്കെ. ആരൊരാൾ ഇന്ന് കമന്റ് ഇട്ടപ്പോഴാണ് മനസ്സിലായത് ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ് ഒക്കെ ഇട്ടിരുന്നല്ലോ. അപ്പൊ നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് കാര്യങ്ങൾ നോക്കുന്ന കുട്ടികളുണ്ട്. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യുമ്പോഴേ നമുക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. നമ്മൾ വ്യത്യസ്ത സമയങ്ങളിൽ ഓരോ ചിന്തയിൽ ഓരോ വീഡിയോ ഇടുന്നതാണ്. അപ്പൊ അത് നിങ്ങൾ കൂടുതൽ കൂടുതൽ നമ്മോട് പറയുക. അപ്പോഴാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് മനസ്സിലാവുക. അപ്പോഴാണ് നമ്മളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാം. അപ്പൊ തൽക്കാലം ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.